ഹായ് ഹലോ ഞാൻ നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ് നമ്മളിന്ന് നോക്കുന്നത്. കാർഡ് ഷഫിൾ ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നൽകുന്നത് നമുക്ക് നോക്കാം. സിക്സ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്, ടെൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, ഫോർ ഓഫ് കപ്സ്, സൺ റിവേഴ്സ് ആണ്. രണ്ട് കാർഡ് ഉണ്ട്. ഇവിടെ നയൻ ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ്, ജസ്റ്റിസ് റിവേഴ്സ് ആണ്. നമുക്ക് മീനിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന എനർജി ആയിട്ട് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും ഇവിടെ ട്രാൻസിഷൻ ആണ് സംഭവിക്കുന്നത്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നുള്ളൊരു കാർഡാണ്. പാസ്റ്റിലെ ഷേഡോ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മയിലൂടെ പോകുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. നിങ്ങളും അവരും ഒന്നാവാനായിട്ട്, കാണുവാനായിട്ട്, ഒരു അവസരത്തിനായിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മാറ്റം വന്നിരിക്കുകയാണ്. സ്പിരിച്വൽ ട്രാൻസിഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാകാം അവരിലേക്ക് ഒരു തിരിച്ചറിവായിട്ട് കാണിക്കുന്നത്. ഈ ഒരു സമയമെന്ന് പറയുന്നത്, നിങ്ങൾ വേദനിച്ചിരിക്കുന്ന സമയമെന്ന് പറയുന്നത് ഈസി ആയിട്ട് കടന്നുപോകും തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ കാരണം, അവരിലെ റെസ്പോൺസിബിലിറ്റിയെ കാണിക്കുന്നു. അവരുടെ കരിയർ ആവാം, ഫാമിലി ആവാം, അവർക്ക് കുറച്ച് ഉത്തരവാദിത്തം ഉള്ളതുപോലെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു സ്റ്റക്ക് എനർജി അവർക്കും ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നത്. ഇത്രയും നാളും നിങ്ങളും അവരും സെപ്പറേഷനിലാവാൻ കാരണം അവരിലെ ഉത്തരവാദിത്തങ്ങളാണ്. അതുകൊണ്ടാണ് അവരിലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അവരത്ര ഹാപ്പിയൊന്നുമല്ല. നിങ്ങളാണ് അവരെല്ലാ രീതിയിലും ഒരു സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ അത്രയേറെ ഒരു ഇഷ്ടം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഹേർട്ട് ലീഡ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് അവർക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കുന്നത്. ആ ഒരു സമയത്താണ് അവർ ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ളത് എന്ന് പറയാണ്. ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിളിന്റെ എനർജി റിവേഴ്സ് ആണ്. ഫിനാൻഷ്യൽ സ്ട്രെസ് ഇപ്പോൾ അവർ നേരിടുന്നുണ്ട്. കരിയറിലായിരിക്കാം, അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ലോസിനെ കാണിക്കുന്നുണ്ട്. ഒരു ബാലൻസ് ഇല്ലായ്മ കാണിക്കുന്നു. അവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ അവർക്ക് നഷ്ടമാകാണ്. ഈ ഒരു സമയമെന്ന് പറയുന്നത് അവർക്ക് ലോസ് ആയിട്ട് ഫീൽ ചെയ്യാണ്. എല്ലാം കൊണ്ടും അവർക്കൊരു സംതൃപ്തി ഇല്ലായ്മ, ലൈഫിനോട് തന്നെ ഒരു തൃപ്തിയില്ലായ്മയാണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെയോ അവർ ജീവിച്ചു പോകുന്നുണ്ട്. അവരുടെ ഓരോ ദിവസവും അവരെ തള്ളി നീക്കിക്കൊണ്ടു പോവാണ്. നിങ്ങളെ കാണുവാനായിട്ട്, നിങ്ങളോട്
കുറച്ചു നേരം സമയം ചെലവഴിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ്, നിങ്ങളെ വേദനിപ്പിച്ചു പോയത് തന്നെയാണ് ഇവിടെ അവർക്ക് ഒരുപാട് ലോസിനെ കാണിക്കുന്നത്. അവരുടെ തെറ്റാണ് ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷേ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റക്ക് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമായിരിക്കാം. അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ, അവരുടെ ഉത്തരവാദിത്തത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഫാമിലി കാർഡാണ് വന്നിട്ടുള്ളത്. 10 ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരത്ര ഹാപ്പി അല്ല തന്നെയാണ്, സ്ട്രഗിൾ ചെയ്യാണ്. അവരുടെ ഈ ഒരു ബന്ധത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. തൃപ്തിയില്ലാതെയാണ് അവർ ഈ ബന്ധത്തിൽ നിൽക്കുന്നത് എന്ന് അവർക്ക് ഫീൽ ചെയ്യാണ്. ഇപ്പോഴുള്ള ബന്ധത്തിൽ അവർക്ക് അത്രയേറെ തൃപ്തി തോന്നുന്നില്ല, സാറ്റിസ്ഫൈഡ് അല്ല അവര്. ഇവിടെ മിസ് കമ്മ്യൂണിക്കേഷനെ കാണിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒത്തിരിയേറെ വേദനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും സംസാരിച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാവാം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാവാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. അവർ സ്ട്രഗിൾ ചെയ്യാണ്. നിങ്ങളില്ലാത്ത ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാണ്. നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ അവരവിടെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തൃപ്തിയില്ലാതെ നിൽക്കുക എന്ന് പറയില്ലേ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഫാമിലിയിൽ അവർ അത്ര ഹാപ്പി അല്ല എന്ന് പറയുന്നു. അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെ, 4 ഓഫ് കപ്സിന്റെ എനർജി, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ എന്ന വ്യക്തിയെ അത്രയേറെ മിസ് ചെയ്യുന്ന പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്, അവരുടെ കടമയായിട്ട് അവർ കാണാണ്. പക്ഷേ അവർ അത്രയേറെ സംതൃപ്തനല്ല അല്ലെങ്കിൽ സംതൃപ്തയല്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട്. ദിവസം എന്ന് പറയുന്നോണം എങ്ങനെയൊക്കെ തള്ളി നീക്കി പോകുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുമൊത്തുള്ള നിമിഷത്തിലാണ് അവര് അത്രയേറെ ഹാപ്പി ആയിട്ടുള്ളത്. യൂണിവേഴ്സ് അവരുടെ ഫീലിങ്സിനെയാണ്, ഹേർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ആ വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ സൺ കാർഡ് റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. നെഗറ്റീവ് മൈൻഡ് സെറ്റിനെയാണ് റിവേഴ്സ് കാർഡ് പറയുന്നത്. അവർക്ക് എല്ലാ രീതിയിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. അവർ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് അവരിലേക്ക് നഷ്ടങ്ങൾ വരുത്തിയതെന്ന് മനസ്സിലാകുന്നു. കുറെ കാര്യങ്ങളിൽ ഡിലേസ് ആണ് കാണിക്കുന്നത്. കോൺഫിഡൻസ് കുറവിനെയാണ് കാണിക്കുന്നത്. അവരുടെ കരിയറിൽ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം കാണിക്കുകയാണ്. നിങ്ങളിലേക്ക് വന്നാൽ, നിങ്ങളെന്ന വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയിലേക്ക് അവർ എത്തിയാൽ അവരുടെ മൈൻഡ് സെറ്റിന് ചേഞ്ച് വരുമെന്ന് അവർ ചിന്തിക്കുകയാണ്. ഇൻസ്പിറേഷൻ എഗെയിൻ എന്ന് ചിന്തിക്കുകയാണ്. അതെ, നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ വാല്യൂ ആണ് ഇപ്പോൾ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പുഞ്ചിരിയാവാം, നിങ്ങളുടെ കണ്ണുകളാകാം, ഒത്തിരിയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർക്കിപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. നിങ്ങളുടെ സംസാര രീതി എല്ലാം അവർക്കിപ്പോൾ മിസ് ചെയ്യുന്നു. അതുതന്നെയാണ് ഇവിടെ സൺ കാർഡ് റിവേഴ്സ് പറയുന്നത്. 9 ഓഫ് സോർട്സിന്റെ എനർജി റിവേഴ്സ് ആണ്. അവർ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ റിവേഴ്സ് കാർഡ് പറയുന്നത്. അവരുടെ ജേർണി എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് അവർ ഹീലിംഗ് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അത്രയേറെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അത്രയേറെ നിങ്ങളുടെ മനസ്സൊരുക്കിയിട്ടുണ്ട്. ഇവിടെ അവരിലേക്ക് വരുന്ന ഫിയറിനെ കാണിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം തന്നെയാണ് അവരിലേക്ക് ഒരു ഫിയർ ആയിട്ട് കാണിക്കുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ കാണിക്കുന്നു. അവർക്ക് ശരിയായി ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഓരോന്നായിട്ട് അവർക്ക് നഷ്ടമാകുന്ന പോലെ ഫീൽ ചെയ്യാണ്. സ്വയം ചിന്തിക്കുന്നതും സ്വയം പറയുന്നതുമായിട്ടുള്ള കാര്യത്തെയാണ് കാണിക്കുന്നത്. നീ തന്നെയല്ലേ നിന്റെ പേഴ്സണെ നിന്നിൽ നിന്നും അകറ്റിയത്? നിന്റെ പ്രവൃത്തി തന്നെയല്ലേ ആ വ്യക്തിയുടെ സ്നേഹം മനസ്സിലാക്കാതെ പോയത്? ഈ ഒരു ബന്ധത്തിൽ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് നിന്റെ പേഴ്സണെ നഷ്ടമാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റ് തന്നെയാണ് എന്നുള്ള അവരുടെ ചിന്തകളെ, അവരുടെ സംസാരത്തെ അവർ സ്വയം പറയാണ്. അതാണ് ഇവിടെ റിവേഴ്സ് കാർഡ് പറയുന്നത്. ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്, റിവേഴ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
കോൺസിക്വൻസിനാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു കർമ്മ, അതവർ അനുഭവിക്കുന്ന സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ഇൻജസ്റ്റിസ് എന്നാണ് കാർഡ് പറയുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് കാർഡ് പറയുന്നത്. ഒരു ബാലൻസ് അവർക്ക് ഇല്ലെങ്കിൽ, ഒരു സ്റ്റെബിലിറ്റി അവർക്ക് ഇല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ട് അവർക്ക് തോന്നുകയാണ്. കാരണം എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നുണ്ട്. ഹാപ്പി ആയിട്ടല്ല അവർ പോകുന്നത്, മറ്റുള്ളവരുടെ നിർബന്ധത്തിന്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അത്രയേറെ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് പറയുന്നത്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് പാസ്റ്റിൽ അവർ ആക്ഷൻ എടുക്കാതെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതെന്ന് കാർഡ് പറയാണ്. നിങ്ങൾക്കറിയായിരിക്കാം, എന്നാൽ അവർ വീണ്ടും ഓർത്തെടുക്കുന്നതായിട്ട് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നു. അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന പ്രണയത്തെ തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ കഴിവില്ലായ്മയാണ് അവർ തന്നെ മനസ്സിലാക്കുന്നതായിട്ട് ഇവിടെ കാർഡ് പറയുന്നത്. എനിക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല, ഞാൻ തെറ്റ് ചെയ്തു, അതെന്നിലെ കൊച്ചു ഉത്തരവാദിത്തങ്ങളായിരുന്നു എന്ന് അവർ സ്വയം പറയാണ്. ഇന്ന് അവർ അവരെ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നമുക്കിനി ഓറക്കൽ ഡെക്ക് എടുത്ത് നോക്കാം. രണ്ട് കാർഡ് ഷഫിൾ, 3 കാർഡ് വീണിട്ടുണ്ട്. നോക്കാം. കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പ് കാർഡ്സ് ആണ്, അതുകൊണ്ട് ഷഫിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒത്തിരി കാർഡ്സ് ഉണ്ട്. ഒരു 5 കാർഡ് എടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വീണ്ടും കാർഡ് എടുക്കണോ എന്ന് നോക്കാം. കാരണം ഷഫിൾ ചെയ്യാൻ മുന്നേ ഇവിടെ കാർഡ്സ് വീണ് കഴിഞ്ഞു. നിങ്ങളോട് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ലവ് ബ്ലൂംസ് എന്നുള്ളൊരു കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. കാണുന്നുണ്ടോ? എ റൊമാൻസ് ബ്ലൂംസ് ഇൻ ടു ഫുൾ ബ്ലൗൺ ഫീലിങ്സ്. ഒരു പ്രണയം പൂർണ്ണമായ വികാരങ്ങളായിട്ട് വിരിയുന്നു എന്നാണ്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെ നഷ്ടമാക്കിയതിൽ റിഗ്രറ്റ് തന്നെയാണ് കാണിക്കുന്നത്. വീണ്ടും തുടങ്ങാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ്. അത്രയേറെ ഇഷ്ടം നിങ്ങളോടൊപ്പം അവർക്ക് ഫീൽ ചെയ്യാണ്. ഈ ഒരു ജീവിതമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്, അല്ലേ? പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്, അത് നമ്മൾ അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഈ ഒരു ജീവിതത്തിൽ അവർ ചെയ്ത തെറ്റ് തന്നെയാണ് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതെന്ന് അവർ തിരിച്ചറിയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടെ പ്രണയം വിരിയുന്നു, ആ പൂ വിരിയുന്നു എന്നാണ് പറയുന്നത്. അവർ ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. അൺഫോൾഡ് ബ്യൂട്ടി പോസിബിൾ. നിങ്ങളെന്ന ആ ഒരു പ്രണയത്തിലേക്ക്, ആ ഒരു ബ്യൂട്ടിയിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. സാധ്യത തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതെവിടെയും എന്തായി പോകുന്ന ഒരു ബന്ധമല്ല കേട്ടോ. എക്സ്പ്ലോറിങ്, ടെസ്റ്റിംഗ് ദി വാട്ടേഴ്സ് ഓർ സ്റ്റിൽ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് വൺ. ശരിയായത് തിരയുന്നു എന്നാണ്, അല്ലെങ്കിൽ ജലത്തെ പരീക്ഷിക്കുന്നു എന്നാണ്. ഇവിടെ എന്താണ് ശരിയായത്? നിങ്ങൾ. അവരുടെ ജീവിതത്തിൽ നിങ്ങളെയാണ് അവർ ശരിയായി കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങളെ നഷ്ടപ്പെടുത്തി. അത് എവിടെ പോയി? ജലത്തിൽ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ? അവരന്വേഷിക്കുകയാണ്. നിങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് അവർ എടുക്കുന്ന തീരുമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള തെറ്റുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർ തീരുമാനമെടുക്കുന്നു. സെർച്ച് അനദർ പാത്ത്. തിരയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ തിരിച്ചു കയറാം, അതിനുള്ള വഴി അവർ അന്വേഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. Find romance caught up in a whirlwind of emotions and promises. ഇവിടെ അവർ പറയുന്നത് വികാരത്തിന്റെയും വാഗ്ദാനത്തിന്റെയും കൊടുങ്കാറ്റിൽ കുടുങ്ങിപ്പോയി എന്നാണ്. അതായത് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായില്ല. അവർ മൂവ് ഓൺ ചെയ്തു പോവാൻ കാരണം അവരിലെ ഉത്തരവാദിത്തങ്ങൾ, വാഗ്ദാനം, അവരുടെ ഫാമിലിയോട് അവർക്കുള്ള ഇമോഷൻസിനെയാണ് ഇവിടെ കാണിക്കുന്നത്, വികാരത്തെയാണ് കാണിക്കുന്നത്. ആ ഒരു ചുഴലിക്കാറ്റില് അവർ കുടുങ്ങിപ്പോയി എന്നാണ്. കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല,
സാധിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് നഷ്ടമായത് എന്നവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. തൊട്ടുമുന്നത്തെ കാർഡിൽ അവർ സെർച്ച് ചെയ്യാണ്. എങ്ങനെയും നിങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മിസ്റ്ററി അട്രാക്ഷൻ. ഇവിടെ പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ സത്യത്തെയാണ് അവർ കണ്ടെത്തുന്നത്. നിങ്ങളിലേക്ക് ആകർഷണം തോന്നുകയാണ്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നിങ്ങളിലേക്കാണ് അവർ അട്രാക്ട് ചെയ്യപ്പെടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ലവ് സ്റ്റോറീസ് എന്നാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് സേയിങ് വാട്ട് നീഡ്സ് ടു ബി സെറ്റ്. ഇവിടെ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറയുകയും നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനായി തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊത്ത് അവരുടെ ലൈഫ് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ടച്ച്, ലവ്, ട്രൂത്ത്, ടോക്ക്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളോടുള്ള കടുത്ത സ്നേഹത്തെ, ആരാധനയാണ് കാണിക്കുന്നത്. നിങ്ങളാണ് ശരിയെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ ഗോൾഡൻ കേജ്, ബ്രേക്ക് ഫ്രീ ഫ്രം സ്ട്രെസ് ആൻഡ് ടോക്സിക് റിലേഷൻഷിപ്പ്. അപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദത്തിൽ നിന്നും ആ ഒരു ബന്ധത്തിൽ നിന്നും ഒരു മോചനം അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണെന്ന് തന്നെയാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നും ആ ഒരു ബന്ധത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നു, വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. എസ്കേപ്പ്, വർത്ത്, ന്യൂ പാത്ത്. രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളാണ് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയും തിരിച്ചറിയുന്നു. ന്യൂ പാത്ത്, പുതിയ വഴി അവർ കണ്ടെത്തുന്നതായിട്ടാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഡിസ്റ്റൻസ്, ചലഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് സ്പേസ് ബിറ്റ്വീൻ യു. നിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന വെല്ലുവിളികളെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളും അവരും അകലെയാണ്, ഡിസ്റ്റൻസിലാണ് എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ലോങ് ഹോൾ, ഔട്ട് ഓഫ് ടച്ച്. ദീർഘദൂരമുണ്ട് നിങ്ങൾ തമ്മിൽ, അകലുണ്ടെന്ന് പറയുന്നേ. സ്പർശനത്തിന് പുറത്തുനിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുവാനോ സംസാരിക്കുവാനോ തൊടുവാൻ പോലും പറ്റുന്നില്ല എന്ന് തന്നെയാണ് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. ആ ഒരു സ്പർശനത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരുമായിട്ടുള്ള നിമിഷത്തിൽ നിങ്ങളും അവരും അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇന്ന് നിങ്ങളെ തൊടുവാനായിട്ട്, നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അവരുമായിട്ടുള്ള നല്ല നിമിഷത്തെ അവർ ഓർത്തെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ പുഞ്ചിരിയാവാം, വീണ്ടും ഞാൻ പറയാണ്, നിങ്ങളുടെ കണ്ണുകളാവാം, നിങ്ങളുടെ ഒരു സ്മെല്ലുണ്ടല്ലോ അതാവാം അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നേ. സ്നേഹം എന്ന് പറയുന്നത് അതൊരു സ്പർശനം മാത്രം മതിയാകും, അല്ലെങ്കിൽ ഒരു നോട്ടം മതിയാകും, ഒരു പുഞ്ചിരി മതിയാവും നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് തോന്നാൻ, അല്ലേ? അതെ, ഇന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നത് നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങൾ അടുത്തിരിക്കണം. നമ്മൾ തമ്മിൽ ഒത്തിരിയേറെ അകലമുണ്ട്. പക്ഷേ അകലം എന്ന് പറയുന്നത് മാറ്റിക്കൊണ്ട്, അകലത്തെ, ആ ഒരു വേദനകളെ മാറ്റിക്കൊണ്ട് നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടോ, ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. നിങ്ങൾക്കിടയിൽ തടസ്സമുണ്ട്. തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ മാത്രമാണ് മാനിഫെസ്റ്റ് ചെയ്ത് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഏതൊരു കാര്യത്തിനാണോ നിങ്ങളും അവരും സെപ്പറേഷനിലായിട്ടുള്ളത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് സത്യം പറയുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഈ റീഡിംഗ് കാണുന്നത് എത്ര പേരാണോ അത്രയും പേർക്കുള്ള യൂണിവേഴ്സിന്റെ മെസ്സേജ് ആണിത്. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മാറാതിരിക്കുക. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വരുമ്പോൾ വരട്ടെ, അതുവരേക്കും സെൽഫ് ലവ്, മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയർ,
മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ മെഡിറ്റേഷൻ. ഈ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.